എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനും തമ്മിൽ സ്വാപ്പ് ഡീൽ നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 3 ദിവസത്തിന് മുമ്പ് മാർക്കസ് മുർഗലാവ് ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിരുന്നു. എന്നാൽ അതിനുശേഷം മാർക്കസ് ഒരു അപ്ഡേറ്റ് നമുക്ക് നൽകിയിരുന്നില്ല. എന്നാൽ ഇന്നലെ ഒരു ആരാധകൻ ഈ സ്വാപ്പ് ഡീലിൻ്റെ കാര്യം എന്തായി എന്നുള്ളൊരു കാര്യം മാർക്കസിനോട് ചോദിച്ചിരുന്നു. എന്നാൽ മാർക്കസ് പറഞ്ഞത് ഇതുവരെയും തീരുമാനമൊന്നും എടുത്തിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെയും ഇരു ടീമുകളും തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഏതൊക്കെ താരങ്ങളെയാണ് കൈമാറ്റം ചെയ്യുന്നതെന്ന് ഇതുവരെയും ഇരു ടീമുകളും തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ സ്വാപ്പ് ഡീൽ നടക്കും, അത് ഇന്നലെയും മാർക്കസ് കൺഫേം ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ KBFC എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു എക്സ് അക്കൗണ്ട് അവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങളനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലിനെ അവർ സ്വന്തമാക്കാനായി ശ്രമിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാൻ കൊണ്ടുപോകാനായി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അവർ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്: മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആർ ഇൻ ടോക്ക് വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർ പ്രീതം കോട്ടാൽ. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമാൻഡഡ് 2 players ഫ്രം മോഹൻ ബഗാൻ ഫോർ എ സ്വാപ്പ് ഡീൽ. ഏർലിയർ KBFC ഡിമാൻഡഡ് ദീപക് താങ്കരി ബട്ട് മോഹൻ ബഗാൻ നോട്ട് അഗ്രീഡ് ദാറ്റ്. ഇതാണ് ഇപ്പോൾ KBFC എക്സ്ട്രാ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, പ്രീതം കോട്ടാലിനായി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്തി വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിൽ നിന്ന് 2 താരങ്ങളെ സ്വാപ്പ് ഡീലിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ KBFC ദീപക് താങ്കരിയെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മോഹൻ ബഗാൻ അദ്ദേഹത്തെ കൊടുക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. ഇതാണ് ഇപ്പോൾ KBFC എക്സ്ട്രാ സ്വാപ്പ് ഡീലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും ദീപക് താങ്കരിയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യം ചോദിച്ചത്. എന്നാൽ ദീപക് താങ്കരിയെ ബ്ലാസ്റ്റേഴ്സിന് വിട്ടു നൽകാൻ മോഹൻ ബഗാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ പ്രീതം കോട്ടാലിനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 2 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ താരങ്ങളെയാണ് മോഹൻ ബഗാൻ വിട്ടു നൽകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.